അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ഇനി ഒരു സംശയം. ഈ സംശയത്തിന്റെ ആള് മഅ്മൂമ് അല്ല, ഒന്നെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ അല്ലെങ്കിൽ ഇമാമ്. ഈ രണ്ടു പേരുടെ സംശയത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ അല്ലെങ്കിൽ ഇമാമ്, ഈ രണ്ടു പേർക്ക് സംശയമുണ്ടായാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഒരു ഒറ്റക്ക് നിസ്കരിക്കുന്ന ആള് അല്ലെങ്കിൽ ഇമാമ് നിസ്കരിച്ചു കൊണ്ടിരിക്കെ നിസ്കാരത്തിലുള്ള ഏതെങ്കിലും ഒരു ഫർള് നഷ്ടപ്പെട്ടു എന്ന് സംശയിച്ചാൽ ഉടനെ തന്നെ ആ ഫർള് അയാൾ കൊണ്ടുവരികയും വേണം. അതായത് നിസ്കാരത്തിന്റെ ഇടയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു ഫർള് അത് ചെയ്തോ ഇല്ലേ എന്നുള്ള സംശയം ആൾക്ക് ഉണ്ടായാൽ ഉടനെ തന്നെ അതിലേക്ക് മടങ്ങുകയും ആ ഫർള് എടുക്കുകയും അത് നിർബന്ധമാണ്. എന്നാൽ അത് ഏത് സാഹചര്യത്തിലാണ്? നമ്മൾ സംശയിക്കുന്നത് അതേ സംശയമുള്ള അടുത്ത റക്അത്തിലുള്ള ഫർള് എത്തുന്നതിന് മുൻപാണെങ്കിലേ അങ്ങനെ മടങ്ങേണ്ടതുള്ളൂ, അല്ലാത്ത സാഹചര്യത്തിൽ മടങ്ങേണ്ടതില്ല. ഇനി അഥവാ ഒന്നാമത്തെ റക്അത്തിലുള്ള സംശയം രണ്ടാമത്തെ റക്അത്തിലെ അതേ ഫർള് കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാകുന്നത് എങ്കിൽ ആ രണ്ടാമത്തെ റക്അത്തിലുള്ള ഫർള് ഒന്നാമത്തെ റക്അത്തിന് പകരമാകും. പിന്നെ അങ്ങോട്ട് മടങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഒന്നാമത്തെ റക്അത്ത് മുതൽ രണ്ടാമത്തെ റക്അത്ത് വരെ ചെയ്ത മുഴുവൻ കാര്യങ്ങളും അതോടുകൂടി അവിടെ ഫസാദായി, അതില്ലാതെയായി. അപ്പൊ എങ്ങനെയാണ് ഉദാഹരണം? ഒരാള് സുജൂദിൽ നിൽക്കെ, ഒന്നാമത്തെ റക്അത്തില് സുജൂദിലെത്തി നിൽക്കെ അയാൾക്ക് ഒന്നാമത്തെ റക്അത്തിലെ ഫാത്തിഹയിൽ ഒരു സംശയം, ഞാൻ ഫാത്തിഹ ഓതിയോ ഇല്ലേ? അത് ഇമാമാവാം അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവനാവാം. എങ്കിൽ ഉടനെ തന്നെ അയാൾ എന്ത് ചെയ്യണം? നൃത്തത്തിലേക്ക് പോയതിനു ശേഷം ആ ഫാത്തിഹ നിർവഹിച്ച് റുകൂഉം ഇഅ്തിദാലും കഴിഞ്ഞ് നേരെ സുജൂദിലേക്ക് വരണം. ഉടനെ തന്നെ ചെയ്യണം. നേരെ മറിച്ച് ഇതേ സംശയം അയാൾക്ക് ഉണ്ടാവുന്നത് അയാള് രണ്ടാമത്തെ റക്അത്തില് ഫാത്തിഹ ഓതിയതിനു ശേഷം സംശയിക്കുകയാണ്, ഒന്നാമത്തെ റക്അത്തിൽ ഞാൻ ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്നൊരു സംശയം എപ്പോഴാണ് ഉണ്ടാവുന്നത്? രണ്ടാമത്തെ റക്അത്തിലെ ഫാത്തിഹയ്ക്ക് ശേഷം. എന്താ സംശയം? ഒന്നാമത്തെ റക്അത്തിലെ ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന്. എങ്കിൽ രണ്ടാമത്തെ റക്അത്തിലെ ഫാത്തിഹ ഒന്നാമത്തെ റക്അത്തിലെ ഫാത്തിഹയായിട്ടാണ് പരിഗണിക്കുക. മാത്രവുമല്ല, അപ്പൊ ഒന്നാമത്തെ റക്അത്ത് മുതൽ രണ്ടാമത്തെ റക്അത്തിലെ ഫാത്തിഹ വരെ ചെയ്ത മുഴുവൻ കാര്യങ്ങളും വെറുതെ ആയിപ്പോയി. അതിപ്പം കണക്കിൽ എവിടെ ഉണ്ടാവില്ല. അപ്പം കണക്കിൽ രണ്ടാമത്തെ റക്അത്ത് ഒന്നാമത്തെ റക്അത്ത് ആയിരിക്കും. അപ്പം ളുഹ്ർ നിസ്കരിക്കുന്നെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണം? 3 റക്അത്ത് എടുക്കണം, 2 റക്അത്ത് എടുത്താൽ പോരാ. കാരണം രണ്ടാമത്തെ റക്അത്തിലെ ഫാത്തിഹ ഓതിയപ്പോഴാണ് ഒന്നാമത്തെ റക്അത്തിലെ ഫാത്തിഹന്റെ സംശയം. എങ്കിൽ പിന്നെ മടങ്ങേണ്ട സാധ്യതയില്ല, കാരണം അതേ ഫർളിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അത് എടുക്കുക, അതിനുശേഷം 3 റക്അത്ത് പൂർത്തീകരിച്ചുകൊണ്ട് നിസ്കാരം സലാം വീട്ടുക. അങ്ങനെയാകുമ്പോൾ നിസ്കാരത്തിന് പ്രശ്നമില്ല. എന്നാൽ ഇത് എപ്പോഴാണ് ഈ സംശയം കൊണ്ടുള്ള ഉപകാരം? ഈ നഷ്ടപ്പെട്ടു പോയത് ഏതാണെന്ന് അറിഞ്ഞാലാണ്. ഫാത്തിഹയാണോ, റുക്കൂ ആണോ, ഇഅ്തിദാലാണോ, സുജൂദാണോ എന്ന സംശയം ഏതാണെന്ന് ക്ലിപ്തപ്പെട്ടാലേ ഈ പറഞ്ഞതുപോലെ രണ്ടാമത്തെ റക്അത്തിൽ ഇതെത്തുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് രണ്ടാമത്തെ റക്അത്തിൽ എത്തിയിട്ട് ഒരാൾക്ക് സംശയം, ഞാൻ റുക്കൂ ആണോ നഷ്ടപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഫാത്തിഹയാണോ, അല്ലെങ്കിൽ ഇഅ്തിദാലാണോ, ഏതാണെന്ന് സംശയിക്കുന്ന ആൾക്ക് ഉറപ്പില്ല. എങ്കിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്നിന്റെ പേരിൽ ഉറപ്പിന്റെ മേലെ പിടിക്കുക. റുക്കൂ ആണോ എന്നാ റുക്കൂ എന്ന് ഉറപ്പിക്കുക, ഫാത്തിഹയാണോ ഫാത്തിഹ എന്ന് ഉറപ്പിക്കുക, എന്നതിന് ശേഷം അത് എടുക്കുക. അല്ലാതെ ഒരു ഏതാണെന്ന് വ്യക്തമായി അറിയാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും ഒന്നിന്റെ മേലെ പിടിക്കണം, ഒരു ഉറപ്പ് വേണം. ആ ഉറപ്പിനനുസരിച്ച് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനല്ല. ഏത് ഫർളാണ് നഷ്ടപ്പെട്ടത് എന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ള സാഹചര്യത്തിലാണ് ആ സ്ഥലത്തേക്ക് അതിന് അതേപോലെയുള്ള ഫർള് എത്തുന്നതിന് മുമ്പാണെങ്കിൽ അതിലേക്ക് മടങ്ങുക. അതേപോലുള്ള ഫർള് എത്തിയതിന് ശേഷമാണ് സംശയിക്കുന്നതെങ്കിലോ ആ നഷ്ടപ്പെട്ടു പോയത് മുതൽ അതുവരെയുള്ളത് മുഴുവൻ വെറുതെ ആയി പോവുകയും ശേഷം അങ്ങ് പൂർത്തീകരിക്കുകയും ചെയ്യുക. അപ്പൊ ഈ ഏതാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിലാണ് അയാൾ ഉള്ളതെങ്കിൽ ഏതെങ്കിലും ഒരു നഷ്ടപ്പെട്ടതിന്റെ മേലൊരു ഉറപ്പിൽ പിടിക്കുകയും ശേഷം ബാക്കിയുള്ളത് തുടർച്ചയായിട്ട് കൊണ്ടുവരികയും ചെയ്യുക. ഈ സംശയങ്ങളിൽ തന്നെ ഏതെങ്കിലും ഒരു സംശയം നിയ്യത്തുമായോ തക്ബീറത്തുൽ ഇഹ്റാമുമായോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ
പിന്നെ അതെടുക്കുക അതിനുശേഷം തുടരുക എന്നുള്ള ഓപ്ഷൻ ഇല്ല. നിസ്കാരത്തെ മടക്കി നിസ്കരിക്കണം. അതോടുകൂടി അയാളുടെ നിസ്കാരം ബാത്തിലായി. കാരണം നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും നിസ്കാരത്തിലെ തുടക്കത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ സംശയിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള ഫർളുകളിലുള്ള സംശയം പോലെയല്ല, അതോടുകൂടി അവന്റെ നിസ്കാരം ബാത്തിലായി. അത് സംശയമാണെങ്കിലും ശരി, ഉറപ്പാണെങ്കിലും ശരി, എന്തായാലും നിസ്കാരം ബാത്തിലായി. ശേഷം എന്ത് ചെയ്യണം? പുതിയ നിസ്കാരം അയാൾ കൊണ്ടുവരണം. ആ നിസ്കാരം മുഴുവനായിട്ടും പോയി. ഇത് നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും അല്ലാത്ത മറ്റേതെങ്കിലും ഒരു ഫർളിലാണെങ്കിൽ അതിലേക്ക് മടങ്ങി അത് ചെയ്ത് അതിന് ശേഷമുള്ളത് കൊണ്ടുവന്നാൽ മതിയാകും. പക്ഷെ നിയ്യത്തിലും തക്ബീറത്തുൽ ഇഹ്റാമിലും ഒരു വിട്ടുവീഴ്ചയുമില്ല. അതിലുള്ള സംശയത്തോടു കൂടെ തന്നെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. പിന്നീട് നിസ്കാരം വേറെ കൊണ്ടുവരേണ്ടതാണ്. ശ്രദ്ധിച്ചുകൊണ്ട് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.